കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ബന്ധുക്കൾ പോലീസ് മേധാവിയെ കണ്ട് പരാതി നൽകും. നിതിന്റെ അമ്മാവനും സഹോദരി ഭർത്താവുമാണ് DGPയെ നേരിൽ കാണുക. ജിബിൻ JB തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ജിബിൻ, വലിയ രീതിയിലുള്ള ആക്ഷേപം അധ്യാപകർക്കെതിരെ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. നിരവധി വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. അന്വേഷണ സംഘം തിരുവനന്തപുരത്തെത്തി കുടുംബാംഗങ്ങളെ കണ്ട് മൊഴിയെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ നേരിട്ട് DGPയെ കാണുകയാണ് കുടുംബാംഗങ്ങൾ. എന്താണ് വിശദാംശങ്ങൾ? അവരെപ്പോഴേക്ക് പോലീസ് ആസ്ഥാനത്തേക്ക് എത്തും? ഇന്ന് ഉച്ചയ്ക്ക് 1:30 കണ്ണൂരിൽ നിന്നുള്ള സിഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നെടുമങ്ങാടുള്ള നിതിൻ രാജിന്റെ വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ വീട്ടിൽ ഈ മൊഴിയെടുക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അമ്മയുടെ അച്ഛൻ്റെയും ഭാഗത്തു നിന്നാണ് അവർക്കറിയാവുന്ന കാര്യങ്ങൾ മൊഴിയായി രേഖപ്പെടുത്തിയത്. പിന്നീടാണ് ഈ കൂടുതൽ വിവരങ്ങൾ. കാരണം നിതിൻ ഈ കോളേജിൽ പഠിക്കാൻ പോയ സമയം മുതൽ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നത് നിതിൻ്റെ 2 സഹോദരിമാർക്കാണ്. കാരണം എല്ലാ ദിവസവും കൃത്യമായി സഹോദരിമാരെ കോൺഫറൻസ് കോളിട്ട് കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ വിവരങ്ങൾ അറിയാനുള്ള സഹോദരിമാരിൽ നിന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഈ മൊഴി ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. 1:30 തുടങ്ങിയ മൊഴിയെടുപ്പ് ഇപ്പോഴും നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3.5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഇവരുടെ വീട്ടിലെ മൊഴിയെടുപ്പ്. അതിനിടയിലാണ് 3 മണിയോടുകൂടി DGPയെ കണ്ട് നേരിട്ട് കാര്യങ്ങൾ ധരിപ്പിച്ച് പരാതി നൽകുന്നതിന് വേണ്ടി നിതിൻ്റെ ബന്ധുക്കൾ DGP കാണുന്നതിന് വേണ്ടി പോയത്. പക്ഷേ 5 മണിക്ക് ശേഷമാണ് അവർക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ ഇതുവരെയും DGPയെ കാണാൻ സാധിച്ചില്ല. പക്ഷേ ഉടൻ തന്നെ DGPയെ കാണും. ഇപ്പോൾ DGPയെ കാണുന്നതിന് വേണ്ടി അവർ കയറിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്നത്. എന്തായാലും DGPയെ കണ്ട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചു. കാരണം നിതിൻ്റെ കുടുംബം ആദ്യം മുതൽ ആരോപിക്കുന്ന കാര്യങ്ങൾ അത് ശരിവെക്കുന്നതാണ് ഇന്ന് പുറത്തു വന്ന മൊഴികൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കോളേജിൽ മുൻപ് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ, നിലവിൽ അവിടെ ഹൗസ് സർജൻസി ചെയ്യുന്നവർ, കോളേജിൽ എക്സാമിനറായി പോയാൽ, അങ്ങനെ പലരും ഇന്ന് നിതിൻ രാജ് പറഞ്ഞ തരത്തിൽ കോളേജിൽ നിതിനെ പോലെ തന്നെ പല വിദ്യാർത്ഥികൾക്കും അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഈ റാം എന്ന് പറയുന്ന അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ആ വിദ്യാർത്ഥികളൊക്കെ പങ്കുവച്ചപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ധരിപ്പിച്ചുകൊണ്ടായിരിക്കും DGPക്ക് കൃത്യമായ ഒരു പരാതി നൽകുക. എന്തായാലും നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നിന്നുള്ള സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ നിതിന്റെ നെടുമങ്ങാടുള്ള വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ദിൽന. ശരി ജിബിൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.